2009 സാൻഡ്രോ GLX AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ, 3rd ഓണർ, നല്ല വണ്ടി. എസ്റ്റീം 2001 സെപ്റ്റംബർ, സിംഗിൾ ഓണർ. പെയിന്റ് ടച്ച് ചെയ്യാനും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ തിരക്കി നടക്കുന്ന വണ്ടിയാണ് കേട്ടോ. വോക്സ്വാഗൺ വെൻഡോ 2015 കംഫർട്ട് ലൈൻ, ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. 2005 നല്ല ക്ലീൻ വണ്ടി. ടെസ്റ്റിൻ്റെ എല്ലാ പണിയും ചെയ്തിട്ടേക്കുന്നു. പേപ്പർ എടുത്ത് 75 രൂപയ്ക്ക് 2030 വരെ പേപ്പർ എടുത്ത് നമുക്ക് കൊടുക്കും. നല്ല വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കല്ലമ്പലം, അതായത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം തോട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. അതായത് നമ്മളെ ഈഞ്ചവിള ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഈഞ്ചവിളയുടെ വീഡിയോ ഇടൂ എന്ന് പറയുന്ന ചേട്ടന്മാർക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈഞ്ചവിളയിൽ നിന്ന് വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇഷ്ടംപോലെ വണ്ടികളാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ ഈഞ്ചവിള മുതലാളി വന്നിട്ടുണ്ട്. മുതലാളി, ഞാൻ ഏത് ഷോപ്പിൽ പോയി ഏത് ഷോപ്പിൽ വീഡിയോ ഇട്ടാലും ആൾക്കാർക്ക് നിങ്ങളെ വീഡിയോ കാണണമെന്നാണ് പറയുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, അതേപോലെ തന്നെ ഇത്തവണ കിടക്കുന്ന വണ്ടികളുടെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും. ചിങ്ങമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ചിങ്ങം ഓഫർ എന്ന രീതിയിൽ ഒരു വിലയും പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എന്നത്തെ ഓഫർ പോലെ ചിങ്ങത്തിൽ ഏറ്റവും വില കുറച്ച് ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കും. അതാണ് ഓഫർ, മറ്റൊന്നും ഓഫറല്ല. ഓഫറല്ല, ഏറ്റവും വില കുറവായിരിക്കും ഓഫർ, അതൊന്നുമില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വണ്ടികളായിരിക്കും. പിന്നെ ഇതുവരെ എടുത്തുകൊണ്ട് പോയവർ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. ഒരു പ്രോബ്ലം വന്നിട്ട് സോൾവ് ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യട്ടെ. ആരും ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്ത് വിഷയം ഉണ്ടെങ്കിലും പരിഹരിച്ചു കൊടുക്കും. എന്ത് വിഷയം എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും പരിഹരിച്ചു കൊടുക്കും. പരിഹരിക്കാം. എത്ര രൂപയാണ് അപ്പോൾ ഇത്തവണ കിടന്ന വണ്ടികളുടെ ഡീറ്റെയിൽ? 50 രൂപയൊക്കെ ഉണ്ട്. 50 രൂപ അല്ല, 45 രൂപ തൊട്ടുണ്ട്. ഫസ്റ്റ് ഓണർ എസ്റ്റീം 2006 ലാസ്റ്റ് വണ്ടി 45 രൂപ. ഒരു ഓൾട്ടോയുടെ പൈസയ്ക്കല്ല, ഓൾട്ടോയുടെ അന്നത്തെ ഏറ്റവും പോഷ് വണ്ടി. ഒരു ഓണർ നല്ല വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം. അതിന് മുമ്പേ സ്ഥാപനം എവിടെയാണെന്നൊന്ന് വ്യക്തമാക്കിയോ? ഇത് എല്ലാവരും സ്ഥാപനം ചോദിച്ചാണ്. ഈ കോള് ഓവറാണ് ഈ വീഡിയോ വരുമ്പോഴേ. അപ്പം ഈ വിളിക്കുന്നവരൊന്ന് മയപ്പെട്ട് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിളിക്കണം. ആദ്യം ശ്രദ്ധിക്കണം, ഞങ്ങളുടെ ഈ ഇൻട്രോ വെറും വായ്ത്താളാന്ന് വിചാരിക്കരുത്. ഈ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കും. അപ്പം അത് ജെനുവിനായിട്ട് കേട്ടിട്ട് ബാക്കി വീഡിയോ കാണുക. പറഞ്ഞു. ഇത് കൊല്ലം ജില്ലയുടെ അവസാനവും തിരുവനന്തപുരം ജില്ലയുടെ ആദ്യമാണ്. എല്ലാവരും വിളിച്ച് സ്ഥലം ചോദിക്കും. ട്രെയിനിൽ വരുന്നവർക്ക് വർക്കല റെയിൽവേ സ്റ്റേഷൻ, വർക്കല ശിവഗിരി. ബസ്സിൽ വരുന്നവർക്ക് കല്ലമ്പലം, പാരിപ്പള്ളി കല്ലമ്പലം. കോട്ടയം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ചടയമംഗലത്ത് നിന്ന് തിരിഞ്ഞ് ഹൈവേയിലേക്ക് വരുന്ന വഴി നാവായിക്കുളം കല്ലമ്പലം. ഇതാണ് കല്ലമ്പലം. തട്ടുപാലമാണ് സ്ഥലം. എല്ലാവരും ഈ വിളിച്ച് സ്ഥലം തൊട്ട് ചോദിച്ച് തുടങ്ങല് കോള് കൊണ്ട് ഭയങ്കര എന്താ പറയുന്ന അങ്ങനെ വരുന്ന സമയത്ത് നമുക്കും ചിലപ്പോൾ പല ടെൻഷനിലൊക്കെ നിൽക്കുന്ന സമയങ്ങളായിരിക്കും. അതിൻ്റെ പ്രധാന കാരണം എനിക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം തൊട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയ്ക്കുള്ള വണ്ടികളാണ് ഈ ചേട്ടൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും മിക്കവാറുള്ളവരും ചോദിക്കുന്നത് ഈ സ്ഥലം എവിടെയാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കം കാണുമ്പോൾ തിരുവനന്തപുരം ജില്ല കല്ലമ്പലം. എപ്പോഴും ഓർമ്മിച്ചോളണം, തിരുവനന്തപുരം ജില്ല കല്ലമ്പലം. ട്രെയിനിൽ വരുന്നവർക്ക് വർക്കല ശിവഗിരി, ബസ്സിൽ വരുന്നവർക്ക് കല്ലമ്പലം. തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ആറ്റിങ്ങൽ കല്ലമ്പലം, കൊല്ലം ഭാഗത്തു നിന്നാണെങ്കിൽ കൊല്ലം പാരിപ്പള്ളി കല്ലമ്പലം. ഡീറ്റെയിൽസ് ഒക്കെ ബോധ്യപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. ഓക്കെ. സനുവേ 2006 ഡിസംബറിൽ വണ്ടി, 2026 ഡിസംബർ വരെ പേപ്പറുണ്ട്, 2030 വരെ റീടെസ്റ്റ് ഉണ്ട്. അല്ല, ടാക്സ് ഉണ്ട്. ടാക്സ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 3rd. നല്ല ക്വാളിറ്റി വണ്ടി. 60,000-80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല വണ്ടി കേട്ടോ. ആക്സിഡന്റ് ഒന്നുമില്ല. 72 രൂപയ്ക്ക് കൊടുക്കാം. പേപ്പർ 2026 ഡിസംബർ വരെ ഉണ്ട്. 26 ഡിസംബർ വരെ പേപ്പറുണ്ട്. ടാക്സ് 30 വരെ ഉണ്ട്. ഇൻഷുറൻസ് പുതിയത്. ചെറിയ ടച്ച് ആൻഡ് പോളിഷിനുള്ള ചെറിയ വിഷയങ്ങൾ. വണ്ടി നല്ല ക്വാളിറ്റി. തുരുമ്പോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ടയറെല്ലാം കൊള്ളാം കേട്ടോ. എത്ര ചോദിക്കുന്നത്? 82-83 കിലോമീറ്റർ. നല്ല വണ്ടി. ചെറിയ പാർട്ടിയൊക്കെ ഒന്നും ആരെയും കൊണ്ടുവരെയൊന്നും വേണ്ട. ഞാൻ എൻ്റെ ഉത്തരവാദിത്തം തരും. എടുത്തിട്ട് പോണ ജോലിയുള്ളൂ. ഫൈനൽ വിലയാണ്. പുതിയ ഇൻഷുറൻസ്, 26 ലാസ്റ്റ് വരെ പേപ്പർ, 2030 വരെ ടാക്സ്. എത്ര ചോദ്യം? എത്ര? 72 രൂപയ്ക്ക് കൊടുക്കും. 72 രൂപ. 2009 സാൻഡ്രോ GLX AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ, 3rd ഓണർ, നല്ല വണ്ടി. പുതിയ ടയറാണോ? ടയർ ഫ്രണ്ടിൽ നല്ലത്, ആവറേജ് ടയർ. ബാക്കിൽ ആവറേജിൽ താഴെയാണ് ടയർ. ചെറിയ ടച്ചിങ് ബമ്പറിലും ചെറിയ പോറലുകളൊക്കെ ഉണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി. പാച്ച് വർക്കോ അങ്ങനെയൊന്നുമില്ല. ധൈര്യമായിട്ട് വന്ന് എടുത്തിട്ട് പോകാം. എൻ്റെ ഗ്യാരണ്ടിയിൽ കൊടുക്കും. നോക്കാനൊന്നും ആരെയും കൊണ്ടുവരാം. അല്ലാത്തവർക്കൊക്കെ വരാം. വണ്ടികൾ പറഞ്ഞു തരാം. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചാനലിൽ കംപ്ലയിൻറ്റ് ചെയ്യണം. നിങ്ങളെ കമൻ്റ് ഇടണം.
റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, നല്ല വണ്ടി. ഡോറൊക്കെ കൊള്ളാം. 29 വരെ പേപ്പറുണ്ട്, 2029 വരെ പേപ്പറുണ്ട്. ഇത് റീടെസ്റ്റ് കഴിഞ്ഞു. ചെറിയ മാറത്തില്ല. മാറിയാൽ ആ പൈസ ഇവിടെ തന്നാൽ മതി, മാറി കൊടുക്കാം കേട്ടോ. 1,15,000 ഏറ്റവും ഫൈനൽ വിലയ്ക്ക് കൊടുക്കും കേട്ടോ. 1,15,000 ലാസ്റ്റ് പ്രൈസാണ്. അത് ഫൈനൽ പ്രൈസാണ്. വന്ന് വീണ്ടും കുറയോ എന്നൊന്നും ചോദിക്കരുത്. ഇതിൻ്റെയൊക്കെ ചെറിയ ലാഭം എടുത്തിട്ടുള്ള ആദ്യമായിട്ടൊക്കെ വണ്ടി മേടിക്കുന്നവർക്കോ ഒരു ചെറിയ കുടുംബത്തിനോ ആശുപത്രിയിൽ പോകാനോ ഒക്കെ ഈ വണ്ടിയുടെ ആവശ്യമുള്ളൂ. നല്ല വണ്ടി കേട്ടോ, ഒരു സാധാ വണ്ടി. 8 വാഗണാർ, നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. LXi 4 ഡോറും പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 ഡോറും ചെയ്തിട്ടുണ്ട്. 80,000 കിലോമീറ്റർ, 3rd ഓണർ. റീപ്ലേസ് ആക്സിഡൻ്റ് ആണെന്നില്ല, സ്മൂത്ത് എഞ്ചിൻ, ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ആരും നോക്കാമെന്ന് വിളിച്ചുകൊണ്ട് വരണ്ട, എൻ്റെ ഗ്യാരണ്ടിയിൽ കൊടുക്കാം കേട്ടോ. 1,15 ഫൈനൽ വിലയാണ് കേട്ടോ. ഇതെല്ലാം ഫൈനൽ കാര്യമാണ് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ലാഭം. ഒരു ബ്രോക്കറെ വിളിച്ചുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വരുന്നത്, അവർക്ക് കൊടുക്കുന്ന പൈസ മാത്രം ലാഭമായിട്ട് എടുത്ത് കൊടുക്കുകയാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചു പറയാം. എഞ്ചിനും ഗിയറൊക്കെ ഈ വണ്ടിയൊക്കെ ഗ്യാരണ്ടിയാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം പഴയ വണ്ടികളാണെന്നുള്ള ചിന്ത എല്ലാവരെയും മനസ്സിൽ വേണം. എന്തെങ്കിലും ചെറിയ പോറലുകളോ അല്ലെങ്കിൽ വിഷയങ്ങളോ ഉണ്ടെങ്കിലെല്ലാം അതല്ല വണ്ടിയുടെ ക്വാളിറ്റി. വണ്ടി എഞ്ചിന് ഗിയർ മറ്റു ഭാഗങ്ങളൊക്കെയാണ് ക്വാളിറ്റി. വണ്ടി നല്ല വണ്ടി. വോക്സ്വാഗൺ വെൻഡോ 2015 കംഫർട്ട് ലൈൻ, ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. ഓണർഷിപ്പ് എത്രയാണ്? ഹൈ ക്വാളിറ്റി, 3rd ആണെന്ന് തോന്നുന്നു. 3rd ഓണർ. 1,26,000 കിലോമീറ്റർ. ഒരു റീപ്ലേസാ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. 3,40,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഡീസൽ അല്ലേ? ഡീസൽ 2014-15 ഡീസൽ വണ്ടി. മൈലേജ് എങ്ങനെയാ? മൈലേജൊക്കെ 20-ന് പുറത്താണ്. നല്ല വണ്ടിയാണ് കേട്ടോ. അകവും പുറവും ഒക്കെ ക്വാളിറ്റിയാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ ഞണക്ക റണ്ണിംഗ് ബോർഡിലുണ്ടായിരുന്നു മറ സൈഡിൽ. അത് മാത്രമേ ഒരു വിഷയമായിട്ടുള്ളൂ. ടയറെല്ലാം നല്ല ടയർ, ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, നല്ല ക്വാളിറ്റി വണ്ടി. വണ്ടിയുടെ കളർ ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല. രീതിയിലൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്, നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. വണ്ടി ഓവറോൾ കൊള്ളാം. എത്രയായിരുന്നു ചോദ്യം? എത്ര? 3,40 കൊടുക്കാം. 3,40. ഇതിലെന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കാണുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അത് വരുമ്പോഴേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2012 ലാസ്റ്റ് അൾട്ടോ അല്ല, വാഗണാർ LXi നല്ല വണ്ടി കേട്ടോ. 1,7 ഓടിയിട്ടുണ്ട്. 2nd ഓണർ. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. ആക്സിഡൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. 2 രൂപ വില. LXi വണ്ടി 2 രൂപ വില. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. നല്ല ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ സീറ്റ് കവേഴ്സൊക്കെ തന്നെ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. നല്ല സീറ്റ് കവർ. ടയറിൽ മാത്രമാണ് ഒരു സൂപ്പർ കുറവുള്ളത് കേട്ടോ. അത്രയും പുതിയ ടയർ അല്ലെന്ന് തോന്നുന്നു. ഈ ബാക്ക് ടയർ മൊട്ടയാണ്, മാറി കൊടുക്കുമോ? ഇല്ല. ഈ കണ്ടീഷൻ ഇത് ഓടുമെന്ന്, കുറച്ചുകൂടിയൊക്കെ ഓടും, പിന്നെ മാറേണ്ട ആവശ്യമേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷനിലുള്ള വിലയാണ് പറയുന്നത്. അതെ. എല്ലാ വണ്ടികളും ആ കണ്ടീഷനിലുള്ള വിലയാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആ പൈസയോടെ അതിൻ്റെ പുറത്താവും. ഇത് 2 രൂപ കുറച്ച് കൊടുക്കാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ എത്ര? 198 ഫൈനൽ ചെയ്യാൻ പറ്റും. 198. 2012 ലാസ്റ്റ് LXi വണ്ടി, 2nd ഓണർ, 1,7 കിലോമീറ്റർ. 2006 പെട്രോൾ ഇൻഡിക്ക. ഇത്തിരി വൃത്തിക്കുറവ്, വില കുറവ്. സ്ക്രാപ്പിൽ കൊടുത്താൽ എത്ര രൂപ കിട്ടും? ആ വില മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിക്കാനോ മറ്റൊന്നും കുഴപ്പമില്ല. 4 അലോയ്സാണ്. 26 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. 35 രൂപ. 35,000 രൂപ ഫൈനൽ വില കേട്ടോ. ലാസ്റ്റ് പ്രൈസ്. ഓടിക്കാനോ മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഈ 35 രൂപയ്ക്ക് ഉള്ള വണ്ടിയാണ് എടുക്കുന്നതെന്നുള്ള ചിന്ത വേണം. സർവീസ് ഒന്നും ചെയ്തിട്ടില്ല, ഓടിക്കാൻ വണ്ടിക്ക് കുഴപ്പമില്ല. 35 രൂപയുടെ ക്വാളിറ്റി നമുക്ക് പറയാൻ അത്രേ പ്രതീക്ഷിക്കാം. പുതിയ വണ്ടി എടുക്കാൻ പറ്റുന്നവരൊന്നും ഇതെടുക്കാൻ പറ്റരുത്. എൻ്റെ ഫൈനൽ വിലയാണ് 35 രൂപ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചുകൊണ്ട് വരിക, നേരെ സ്ക്രാപ്പിൽ കൊണ്ട് കൊടുത്താലും 35 രൂപ കിട്ടും. വണ്ടി ഓടും, ഒരു കുഴപ്പമില്ല. 4 അലോയ്സ് ഉണ്ട്. പെട്രോളാണ്, മൈലേജ് കുറവായിരിക്കും. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 2-3 ഒക്കെ ആണെന്ന് തോന്നുന്നു. എത്ര ആയിട്ടുള്ളൂ? ഞാൻ നോക്കട്ടെ. ഓണർഷിപ്പ് 35,000 രൂപയുടെ വണ്ടി ആയതുകൊണ്ട് ഓണർഷിപ്പ് അറിയണ്ടെന്നുണ്ടോ? ഓണർഷിപ്പ് 3. ഇവിടെ കിടക്കുന്ന ഒരു വണ്ടിക്ക് ഓണർഷിപ്പ് വിഷയമില്ല. ഞാൻ എഞ്ചിനും ഗിയർ ബോക്സിനും ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കുകയാണ്. ഓണർ കൂടുന്നതനുസരിച്ച് വണ്ടി നന്നാവും. 2014 ഇയോൺ എറാ പ്ലസ്, 2nd ഓണർ, 62,000 കിലോമീറ്റർ. നല്ല ക്വാളിറ്റി വണ്ടി. സ്ക്രാച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ടയറെല്ലാം അത്യാവശ്യം നല്ല ടയർ. 1,70 വില. 2014 2nd ഓണർ, AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ, 62,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണോ?
തീർച്ചയായിട്ടും ഇവിടെ എല്ലാ കിലോമീറ്റർ എഴുതി മേടിക്കും, എഴുതി കൊടുക്കും. അങ്ങനെയൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. ടയറൊക്കെ അത്യാവശ്യം കിലോമീറ്ററിൻ്റെ കാര്യത്തിലൊക്കെ ഇവിടെ ഗ്യാരണ്ടി ഉണ്ടാവും. ഈ എഞ്ചിന് ഗിയർ ബോക്സ് പറയുന്നത് പോലെ കിലോമീറ്ററിൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഈ 1 മുകളിലോട്ടൊക്കെ ഉള്ള വണ്ടിയൊക്കെ ഗ്യാരണ്ടി ഉണ്ടാവും. മറ്റേ വളരെ പഴയതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല, 800-ൻ്റെ മറ്റു കാര്യങ്ങളാണ് നമുക്കറിയാൻ പറ്റത്തില്ല. ഇതുപോലെയുള്ള വണ്ടിയൊക്കെ ഗ്യാരണ്ടി ഉണ്ടാവും. ഞാൻ എഴുതി വാങ്ങി എഴുതി കൊടുക്കും, പണ്ട് മുതലേ അതുള്ള ശീലമാണ്. എത്ര ചോദ്യം? 170. 170. 170 കൂടെ. എസ്റ്റീം 2001 സെപ്റ്റംബർ, സിംഗിൾ ഓണർ. പെയിന്റ് ടച്ച് ചെയ്യാനും ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ തിരക്കി നടക്കുന്ന വണ്ടിയാണ് കേട്ടോ. കിലോമീറ്റർ എന്തോ? ടയർ ഭാഗങ്ങൾ കൊള്ളാം. കിലോമീറ്റർ അറിയാമോ സനൂപേ? വണ്ടി നല്ല വണ്ടി, ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടി. AC വർക്കല്ല, കേട്ടോ. വണ്ടി തുരുമ്പില്ല, വണ്ടിയിൽ തുരുമ്പില്ല, പാച്ച് വർക്കില്ല, എൻജിൻ നല്ലത്, ഗിയർ നല്ലത്. 45 രൂപ വില. എങ്ങും തുരുമ്പിൻ്റെ ഒരു അംശം പോലും ഇല്ല വണ്ടിയിൽ. അന്നത്തെ രാജാവ് വണ്ടിയല്ലേ. ടയറൊക്കെ കൊള്ളാം. ഒറ്റ ഓണർ, അന്നേ ഒരാളെ കൈ ഇരുന്നത്. ഹെഡ്ലൈനൊക്കെ ചെറിയ നരപ്പുണ്ട്, കൊണ്ട് അൾട്ടർ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. 45 രൂപ വിലയുള്ള കേട്ടോ. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അല്ലാത്ത വിഷയങ്ങളുള്ളതല്ലാതെ വണ്ടി നല്ല എഞ്ചിന്, ബോഡി, ഗിയറൊക്കെ നല്ലത്. പാച്ച് വർക്കില്ല. ബാക്കി പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാവും 45 രൂപയുടെ വണ്ടിക്ക്. കുറച്ച് പെയിന്റിന്റെ പരിപാടികളുണ്ട് അല്ലേ? പെയിന്റ് ടച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. എത്ര ചോദിച്ചാൽ? 45. 45 രൂപ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അത് ചീത്ത ഒന്നുമില്ല. ആക്സിഡന്റ് വണ്ടികൾ ഒന്നുമില്ല. ഈ കിടക്കുന്ന ഒന്നിലും ആക്സിഡന്റ് ആയ ഒരു വണ്ടികളും ഇല്ല. എല്ലാം നല്ല വണ്ടികളായിരിക്കും. അത് നോക്കാനും നിങ്ങൾ ആരെയും വിളിച്ചിട്ട് വരണ്ട. എന്തെങ്കിലുമൊക്കെ വിഷയമുള്ളത് ഞാൻ പറഞ്ഞു തരും, അല്ലാതെ തരത്തില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ തരുന്ന വണ്ടിക്ക് വില കൂടിയെന്നോ അല്ലെങ്കിൽ എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാനത് അറ്റൻഡ് ചെയ്തില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കംപ്ലൈൻറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും വിഷയങ്ങൾ, മേജർ ഇഷ്യൂസ് നിങ്ങൾക്ക് വന്നാൽ വീഡിയോയിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇന്ന വിഷയത്തിൽ ഞാൻ ഇടപെട്ടില്ല, ശരിയാക്കിയില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങളിപ്പോൾ ആരെയും വിളിച്ചുകൊണ്ട് നോക്കാതെ എടുത്തുകൊണ്ട് പോയാലും നിങ്ങളെ പറ്റിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലൈൻറ്റ് ചെയ്യാം. നിങ്ങൾ ചതിക്കപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് പരാതി പറയണം. ചതിക്കപ്പെട്ടെന്ന് തോന്നിയാൽ ആദ്യം എന്നെ വിളിക്കണം. വിളിച്ചിട്ട് ഞാൻ അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യണം കേട്ടോ. അതാണ് വേണ്ടത്. ഞാനും ചതിക്കപ്പെട്ട എത്ര വണ്ടികളുണ്ട്, അതൊന്നൊരു വിഷയമല്ല. ഇനി അടുത്തതിലേക്ക് പോവാം. 14 രജിസ്ട്രേഷൻ ഇയോടാണ്. റാ പ്ലസ്, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അതിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ചൊക്കെ ചീത്തയായിരിക്കും. ഇതുവരെ മാറ്റാൻ പറ്റിയില്ല, സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഒരാഴ്ച കൊണ്ട് ഞാൻ ഇവിടെ തിരക്കിലായിരുന്നു. സനുവിന് അറിയാമല്ലോ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇത് മാറി കൊടുക്കുമോ? അല്ല, പവർ വിൻഡോയൊന്നുമില്ല, സ്വിച്ചങ്ങ് മേടിച്ച് വെച്ചാൽ മതി. എന്തോ ഓടി? നല്ല വണ്ടി. ഇത് 80 ഓടി. ഓണർഷിപ്പ് കൂടുതലാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7ാമത്തെ ഓണറാണ് എന്ന് വെച്ച് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഗ്യാരണ്ടിക്ക് കൊടുക്കും. വില അതുകൊണ്ട് വളരെ കുറവാണ്. 1,38,000 രൂപയുള്ളൂ കേട്ടോ. ഒരു 2014 വണ്ടിക്ക് 1,38,000 രൂപ. ഡിലൈറ്റ് പ്ലസ് ഈ ഓണം. നല്ല ടയർ, നല്ല വണ്ടി. എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി വണ്ടിയായിട്ട് ബന്ധപ്പെട്ട്. ഒരു വീഡിയോയിൽ വിറ്റ് അടുത്ത വീഡിയോയിൽ പോയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈൻ്റ് ആണെന്നൊന്നും കരുതണ്ട. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അത് പരിഹരിച്ചു കൊടുക്കും. ചോദ്യം എത്രയായിരുന്നു? ചെറിയ 1.38 കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് 1.45 ഇട്ടതാണ്. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ വന്നാണ്. ഒരു പോറലോ സ്ക്രാച്ചോ ഒന്നുമില്ല. വോക്സ്വാഗൻ വെൻഡോ 2013. അല്ല, വോക്സ്വാഗൻ പോളോ 2013. ഓണർഷിപ്പ് എത്രയാ? 5th ഓണർ, 5ാമത്തെ ഓണർ. 113 കിലോമീറ്റർ. ഡീസലല്ലേ? ഡീസൽ വണ്ടി. ടൈമിംഗ് ചെയിനൊക്കെ മാറിയോ? ടൈമിംഗ് ചെയിൻ എല്ലാം മാറിയതാണ്. നിലവിൽ ഒരു പണികളോ മറ്റു കാര്യങ്ങളോ ഇല്ല. 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2013. 2.5 ലക്ഷം. ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം, ബോഡി കൊള്ളാം, വേറെ പാച്ച് വർക്കില്ല, പെയിൻറ്റിങ് ഇല്ല, ഒന്നുമില്ല. വണ്ടിക്ക് അകമൊക്കെ കാണാൻ നല്ല വൃത്തിയാണ്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്, അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 2.5 ലക്ഷം രൂപ. 2.5. ലാസ്റ്റ് പ്രൈസ് ആണോ? ഇതൊക്കെ കൂടിയ വിലയായിരുന്നു. സനൂപ് കുറച്ചതാണ്. ഇത് ഈ ഓണർഷിപ്പ് കൂടിയോണ്ട് ചിലർ ഇത് മോശം വണ്ടിയാണെന്ന് വിചാരിക്കും. അങ്ങനെ മോശമൊന്നുമില്ല. അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കും. മോശമായിട്ട് തോന്നുക? മോശമായിട്ട് തോന്നുകയാണെങ്കിൽ എന്നെ വിളിക്കും. ഇൻഡിഗോ ECS ആണ്. ഇൻഡിഗോ ECS കേട്ടോ. 2014 ഡിസംബർ വണ്ടിയാണ്. പറയത്തക്ക ക്വാളിറ്റി ഒന്നുമില്ല. ഇല്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിക്കയ്ക്ക് അങ്ങനെ ഉള്ളൂ ക്വാളിറ്റി. ഇൻഡിക്ക അങ്ങനെ 2014 ഡിസംബർ വണ്ടി കേട്ടോ. 3rd ഓണർ. 114 കിലോമീറ്റർ. 88 രൂപയ്ക്ക് കൊടുക്കും. പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല.
ഈ വണ്ടിക്ക്. ഇത് ഇൻഡിക്ക അങ്ങനെയാണ്. ഈ എഞ്ചിൻ 100% ഒരു ഇൻഡിക്കയും കിട്ടത്തില്ല. അതിന് പുതിയ വണ്ടി എടുത്താലേ പറ്റും. ആൾക്കാരെ എഞ്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. റീപ്ലേസ് അല്ല, ഈ ഡിക്കിയിലെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുത്തേ. ചെറിയ ചെറിയ ഡെൻറ്റിങ് ആണ് ഉള്ളത്. വണ്ടി വലിയ വിഷയമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു എഞ്ചിൻ പണിതെടുത്താൽ പോലും ഈ വണ്ടിക്ക് 1.25 രൂപ, അല്ലെങ്കിൽ എഞ്ചിനൊന്നും കുഴപ്പമൊന്നുമില്ല, നിലവിലൊരു കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയുന്നു, ഇൻഡിക്കയ്ക്ക് ചെറിയ വിഷയങ്ങളൊക്കെ എഞ്ചിൻ്റെ ഭാഗത്ത് കാണിക്കാറുണ്ട്, എല്ലാ ഇൻഡിക്കയ്ക്കും. എവിടെയെങ്കിലും ചെന്നാൽ ഇത് 1.25 രൂപയ്ക്ക് മേളിലാണ് ഈ മോഡൽ വില. അപ്പോൾ ഇത് 88 രൂപയ്ക്ക് 2014 ഡിസംബർ വണ്ടി കൊടുക്കും. ഇൻഡിഗോ ECS ആണ് എഞ്ചിൻ. സാധാ എഞ്ചിനല്ല, മറ്റേ എഞ്ചിനാണ്, എനിക്ക് പേര് മറന്നുപോയി. i10 സ്പോർട്സ് 2011 2, 3, 4 വീഡിയോയിൽ പോകാത്ത വണ്ടിയാണ്. ഒരു കുറവുമില്ലാത്ത വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ പുതിയ സീറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം അടിച്ച് ഫ്രണ്ട് ടയർ മാറിയിട്ട് അതൊക്കെ മറ്റേ വീഡിയോയിലും പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടെ പറയാണ്, വണ്ടി ഒരു കുഴപ്പമില്ല. പക്ഷേ അടുത്ത വർഷം 3-ാം മാസം റീടെസ്റ്റ് വരും. വില തീരെ കുറച്ചിട്ടുണ്ട്. 1.35 കൊടുക്കും. അതിൻ്റെ ഫൈനൽ കാര്യമാണ് പറയുന്നത്. മറ്റേ സനീപിൻ്റെ വീഡിയോയിൽ 1.60 പറഞ്ഞിരുന്നത്. ഇതിപ്പോഴും 4-5 വീഡിയോയിൽ മറ്റ് വണ്ടികളിൽ വില അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ ചെയ്യാണ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ് എല്ലാ വണ്ടികളിലും ഉണ്ട് കേട്ടോ. അല്ല, അങ്ങനെ തന്നെയാണ് ഓരോ വണ്ടി അടുത്ത് കിടക്കുന്നതുകൊണ്ടാണോ ഈ വണ്ടി പോകാത്തത്? എന്തോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണല്ല, വണ്ടിക്ക് വരെ ഒരു കുഴപ്പമില്ല. വേറെ കേട്ടോ പെയിന്റ് പോവുകയോ അങ്ങനെയൊന്നും പറ്റില്ല. ഒന്നുമില്ല. വണ്ടി നല്ല വണ്ടിയല്ലേ, നല്ല വണ്ടിയല്ലേ, ഗ്യാരണ്ടിയിലല്ലേ കൊടുക്കുന്നത്. 1.2 ആണല്ലേ? 1.2 സ്പോർട്സ് കൂടിയ വണ്ടി കേട്ടോ. 1.35 1.60 സനീപിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, പിന്നെ നന്ദുവിൻ്റെ വീഡിയോയിൽ കുറച്ച് ഇങ്ങനെ കുറച്ച്. അത് ഈ ലാഭത്തിനെ കിട്ടുന്ന വണ്ടികളിൽ ആ വില ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ കുറയ്ക്കണം ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല ചെയ്യുന്നത് കുറച്ചുകൂടെ അങ്ങനെ. ഇൻഡിക്കയാണ് കേട്ടാ. കഴിഞ്ഞ ആഴ്ച ഒരു കക്ഷിക്കാരായി എടുത്തോട്ട് പോയതാണ്, എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ആരോ എവിടെ കാണിച്ചപ്പോൾ എഞ്ചിൻ മോശമെന്ന് പറഞ്ഞു. ഇത്രയും 2009 വണ്ടിയാണ്, 29 രൂപ പേപ്പറുണ്ട്. ഒരു കുഴപ്പമില്ല. ഇൻഡിക്കയുടെ എഞ്ചിൻ ഇങ്ങനെ ഇരിക്കും. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കുറഞ്ഞ വില ആയതുകൊണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതേ 55 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 2029 രൂപ പേപ്പറുണ്ട്. ഓടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും കുഴപ്പമില്ല. അവിടെ ചെന്ന് സ്റ്റിക്കൂരി നോക്കിയപ്പോൾ ഓയിലടിക്കുന്നു. അതുകൊണ്ടാണ് തിരിച്ചുകൊണ്ട് വന്നത്. ഓയിലടി ഇൻഡിക്കയുടെ ജന്മനാ ഉള്ളൊരു വാസനയാണ്. ഒരു 1-2-10-15,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഡിക്കയ്ക്കും ഓയിലടി ഉണ്ടാവും. ഓടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. AC ഉണ്ട്, കൂളിംഗ് ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് ആണ്. 55 രൂപയ്ക്ക് കൊടുക്കാനും പറ്റും കേട്ടോ. നല്ല ടയറുണ്ട്. കളർ ഒരു വെറൈറ്റി കളറാണ്. എഞ്ചിനൊക്കെ പകുതിയല്ല, അതെല്ലാവർക്കും അറിയാം. ഇൻഡിക്ക യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. 4 വർഷം പേപ്പറുണ്ട്. പേപ്പറിനാണ് വില. അപ്പോൾ സ്ക്രാപ്പിൽ കൊടുത്താൽ ഏറ്റവും കുറഞ്ഞ 35 രൂപ കിട്ടും. ഏതൊക്കെയാലും 2-3 വർഷം യൂസ് ചെയ്യുകയും ചെയ്യാം. ഒരു പക്ഷേ വിഷയം വന്ന് എഞ്ചിൻ കുഴപ്പമാണെങ്കിൽ ഒരു 3000 രൂപ കൊടുത്താൽ ആഗ്രയിൽ വേറെ എഞ്ചിൻ എടുത്ത് വെച്ച് കൊടുക്കും. ഈ എഞ്ചിനങ്ങ് കൊടുത്താൽ മതി. 2005 നല്ല ക്ലീൻ വണ്ടി. ടെസ്റ്റിൻ്റെ എല്ലാ പണിയും ചെയ്തിട്ടേക്കുന്നു. പേപ്പർ എടുത്ത് 75 രൂപയ്ക്ക് 2030 വരെ പേപ്പർ എടുത്ത് അങ്ങ് കൊടുക്കും. നല്ല വണ്ടി. ഒരു പോറലോ സ്ക്രാച്ചോ ഒന്നുമില്ല. 2030 വരെ പേപ്പർ എടുത്ത് ടെസ്റ്റ് ആയില്ല. ഒരു 2 ഇപ്പം എപ്പോഴും വേണോ ടെസ്റ്റ് ചെയ്യാൻ പരുവത്തിന് കിടക്കുകയാണ്. ഇപ്പം ടെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ടെസ്റ്റിന് 1 മാസത്തിൽ കൂടുതലുണ്ട് കേട്ടോ. വരുന്ന ആളുടെ പേരിൽ ടെസ്റ്റ് ചെയ്ത് പേരുമാറിയും കൊടുക്കാം. നമുക്കൊരു അരമണിക്കൂർ ജോലിയേ ഉള്ളതിന് കേട്ടോ. എത്ര ചോദ്യം? നല്ല വണ്ടി. 75 രൂപയ്ക്ക് 2030 വരെ പേപ്പർ എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഓണർഷിപ്പോ മറ്റു കാര്യമോ അറിയാൻ വയ്യ കേട്ടോ. 3-4 ആയിരിക്കും. നോക്കണം അതല്ലേ. വേറെ അപാകതകളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല വണ്ടി. സ്പാർക്ക് 2011 സ്പാർക്ക്. അടുത്ത വർഷം 3-ാം മാസമോ 4-ാം മാസമോ റീടെസ്റ്റ് വരും. LT ആണ്. LTZ. എന്തോ ഓടിയിട്ടുണ്ട്? LT. കിലോമീറ്റർ 40. ഓണർ 2. 40,000? ഓ, വില 60. 40,000 ഓടിയിട്ടുള്ള? അത്രേ ഓടിയിട്ടുള്ളൂ. അത്രേ ഓടിയിട്ടുണ്ടാവും. പിന്നെ ഇതൊന്നും അത്ര ഈ ബീറ്റൊക്കെ ഈ ഇതിലുള്ള വണ്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ടെസ്റ്റിൻ്റെ സമയത്ത് ചെറിയ പണികൾ ചെയ്തങ്ങ് എടുത്താൽ മതി. വണ്ടി അല്ലാത്ത പക്ഷം വലിയ കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. സർവീസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പം വന്ന് അറേഞ്ച് ചെയ്തിട്ടതേ ഉള്ളൂ. എത്ര? 60 രൂപ? 60 രൂപയ്ക്ക് കൊടുക്കാം. 2011 LT വണ്ടി. ചെറിയ ടച്ചിങ് ഇതൊക്കെ ചെയ്ത് 60 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. സെലീരിയോ 2014-15 VXI വണ്ടി. ഓണർ സെക്കൻഡ്. കിലോമീറ്റർ 17. ഓട്ടോമാറ്റിക് സെലീരിയോ കേട്ടോ. നല്ല ഗിയറും വണ്ടി ഓടിക്കാനും നല്ല ഹൈ ക്വാളിറ്റി. സാധാരണ ഓട്ടോമാറ്റിക് വണ്ടികളിൽ നമുക്ക് ഗിയർ ഇടുമ്പോൾ ഷേക്ക് വരാറുണ്ട് കേട്ടോ. ഇത് നമ്മളത് അറിയത്ത് പോലുമില്ല. ഞാൻ അവിടെ കൊടുത്തിട്ടുള്ള വണ്ടിയൊക്കെ ചെറിയൊരു ഷേക്ക് എല്ലാത്തിലും ഉണ്ടാകും. ഇതിൽ അങ്ങനെയൊന്നുമില്ല. നല്ല ക്വാളിറ്റി, ഓടിക്കാൻ നല്ല സുഖം.
73 കൊടുക്കാം. 2,73. 2,73,000. ഒരു സംശയം ഇതാണ്ട് ഈ ഭാഗങ്ങളിൽ റെഡ്, നല്ല റെഡ്, പക്ഷെ ഇവിടെ വരുമ്പോൾ അത് കളർ വ്യത്യാസം ചെയ്തിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ആക്സിഡന്റ് അല്ല കേട്ടോ. അല്ല 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 കളർ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. ഈ കളർ ഫെയ്ഡ് ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ട്, അല്ല വേറെ ഒന്നും കണ്ടു. ആക്സിഡന്റ് ഒന്നുമല്ല. അതിൻ്റെ അങ്ങനെ സംശയം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ ബോണറ്റൂടെ കാണിക്കാം. ഓക്കെ, അതെനിക്കൊരു സംശയമുണ്ട്. ചെറിയ കളർ. ഈ കളറിന് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വേറൊരു ഷെയ്ഡ് വരാറുണ്ട്. എന്നാലും ഇത് ടച്ചിങ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാണിച്ചു കൊടുത്ത്, വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്ത്. അഫ്രോൺ സൈഡൊന്നും കുഴപ്പമില്ല. അഫ്രോൺ സൈഡ് കുഴപ്പമില്ല. അതേപോലെ ക്രോസ് ബാർ ഒറിജിനലാണ് കിടക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. ഇല്ല, തട്ടിയതായിട്ട് കണ്ടിട്ട് തോന്നുന്നില്ല. അല്ല, അങ്ങനെ തട്ടുള്ള വണ്ടിയല്ല. മേജർ വിഷയങ്ങളൊന്നും ഉള്ള വണ്ടികളില്ല, അത് പറഞ്ഞേ കൊടുക്കും. പിന്നെ ബമ്പർ അങ്ങനെ ഇങ്ങനെയൊക്കെ പെയിൻറ്റ് ചെയ്ത് എന്തെങ്കിലും പോറലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഷെയ്ഡ് വ്യത്യാസം വരും. പുതിയ പെയിൻറ്റും പഴയ പെയിൻറ്റും. അബ്രോണൊന്നും പൊട്ടിച്ചതോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. നല്ല വണ്ടി. എത്ര ചോദ്യം? ഇത് 2,73 കൊടുക്കാം. 2006-800 1 വർഷം പേപ്പറുണ്ട്. 48 രൂപയ്ക്ക് കൊടുക്കാം. 95,000 കിലോമീറ്റർ. തേർഡ് ഓണർ. മേള് ഭാഗമൊക്കെ നരച്ചിട്ടുണ്ട്. 1 വർഷം പേപ്പറുള്ളൂ. 48 രൂപ. ഓണത്തിനൊക്കെ ഒരു വണ്ടി വെച്ച് വരുന്നവർക്ക് കൊടുക്കാം. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ 48 രൂപയിൽ എന്തെങ്കിലും കുറയോ? അല്ല, ഇത് 50 രൂപയായിരുന്നു സനൂപേൻ്റെ വില. ഇതിപ്പോൾ മുതൽ വിലയിൽ എത്തി നിൽക്കുകയാണ്. ആ രീതി എടുത്തേക്കാണ്. അങ്ങനെ കൊടുക്കാം. ഇതൊക്കെ ചില വണ്ടികളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ വരും. ആർക്കെങ്കിലും ഒക്കെ MBFI AC വർക്ക് ചെയ്യും. ടയേഴ്സ് അത്യാവശ്യം വലിയ ടയറൊക്കെ ഉണ്ട്. എല്ലാം നല്ല ടയർ. അല്ല, ടയറിൻ്റെ കാര്യം എല്ലാം നല്ല ടയറാണ്. ഡോർ തുറക്കണമെങ്കിൽ തുറന്ന് കാണിച്ചിട്ട് റീപ്ലേസ് ഈ വർഷത്തെ ഒരു ഇതാകുമ്പോൾ എന്തെങ്കിലും കാണാതിരിക്കുമോ? റീപ്ലേസ് എന്തെങ്കിലും കാണാതിരിക്കുമോ? അത് പഴയ വണ്ടികളല്ലേ, അങ്ങനെ ഇടിച്ച വണ്ടിയല്ല, ആക്സിഡന്റ് വണ്ടി അല്ല സനൂപ. ഒന്നും അബ്രോന്റെ ഭാഗത്ത് ഒരു വിഷയമുള്ള വണ്ടികൾ ഒന്നുമില്ല. തുരുമ്പോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ? അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ആ രീതിയിൽ വണ്ടി തന്നെ നീറ്റായിട്ടിരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഈ ടോപ്പ് മാത്രമേ നരച്ചിട്ടുണ്ട്. അത് ടെസ്റ്റിന്റെ സമയത്തൊന്ന് അവിടെ മാത്രം ഒന്ന് അടുപ്പിച്ചാൽ മതി. ഒന്ന് ജസ്റ്റ് ടച്ചും പോളിഷും ചെയ്താൽ മതി. കാണുന്നില്ല. അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഒരു 48 രൂപയുടെ വണ്ടിക്ക് വേണ്ടുന്ന വൃത്തി വണ്ടിയിലുണ്ട്. സനൂപ ഇത് 2017 ZDI+ ആണ്. ഡീസൽ വണ്ടി. ഫസ്റ്റ് ഓണർ ബ്രീസ. ZDI+ ബ്രിസ ഫസ്റ്റ് ഓണർ. മാർക്കറ്റിൽ 6.25 ലക്ഷം 6.5 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. 3 ലക്ഷത്തി ചില്ലുവാനും കിലോമീറ്റർ റെഗുലർ കമ്പനി സർവീസ് കേട്ടാ. എഞ്ചിനൊക്കെ സ്മൂത്ത്. എഞ്ചിനും ഗിയർ കാര്യങ്ങളെല്ലാം സ്മൂത്ത്. 460 ഈ കണ്ടീഷനിൽ കൊടുക്കും. 460 റെഗുലർ കമ്പനി സർവീസ്. ZDI+ ഡീസൽ ഫസ്റ്റ് ഓണർ. പിന്നെ റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസോ ആക്സിഡന്റോ ഒന്നുമില്ല കേട്ടോ. വണ്ടി കൊണ്ടുവന്നിട്ടതേ ഉള്ളൂ. അകത്തിറക്കിയിട്ടില്ല, സർവീസ് ചെയ്തിട്ടില്ല. ടയർ എല്ലാം ആവറേജ് ടയറാണ്. അതിൻ്റെ എല്ലാം വില കുറച്ച് ഒരു സ്വിഫ്റ്റിൻ്റെ 2015 സ്വിഫ്റ്റിൻ്റെ വിലയ്ക്ക് കൊടുക്കും കേട്ടോ. 2017 ZDI+. എല്ലാ ടയറും ആവറേജ് ടയർ. ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ് ഇല്ല. ഫസ്റ്റ് ഓണർ. 3 ചില്ലറ കിലോമീറ്റർ വണ്ടി. 460 വില. ഇവിടെ വന്ന് എടുക്കുന്നവരെല്ലാം വളരെ പാവപ്പെട്ട ഒരു സാധാരണക്കാരൊക്കെയാണ്. വണ്ടിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാനേ കൊടുക്കാറാണുള്ളൂ. അവരാരും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. 1-2 വണ്ടിയുടെ ബുക്കത്ത് ഡിലേ ആവുന്നുണ്ട്. ഒരു സാൻഡ്രോയുടെ ബുക്കും ഒരു ഇൻഡിക്കയുടെ ബുക്കും. എൻ്റെ ജീവിതത്തിലുള്ള ഒരു ഡിലേ ഈ 2 ബുക്കിൻ്റെ വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. ഏതൊക്കെ ഷോറൂമുകളിൽ ബുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് 2 തിരിച്ചെടുത്താലും എനിക്ക് ലാഭത്തിന് വയ്ക്കാൻ കണ്ടീഷനിലാണ് ആ 2 വണ്ടികൾ നിൽക്കുന്നത്. എന്നാലും അല്ലാതെ ഇന്നുവരെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബുക്കിൻ്റെ കാര്യം പേര് മാറി ഇവിടുന്ന് തരും, കമ്പൾസറിയാണ്. അത് ആരെനിക്ക് വണ്ടി തന്നാലും പേര് മാറിയേ കൊടുക്കും, ഞാൻ കൊടുത്താലും പേര് മാറിയേ കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ്. ആ സാധാരണക്കാർ അറിഞ്ഞുകൂടാത്തവരൊക്കെ വന്നാലേ നമുക്ക് ഒന്നുമില്ല, ഞാൻ എൻ്റെ ഗ്യാരണ്ടി കൊടുക്കാം. അവർ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ പരിഹരിച്ചു കൊടുക്കും. വേറെ എന്ത് പറയാനാ? മെക്കാനിക് ഇല്ലാതെ വന്നാലും ഒരിക്കലും ഇവിടെ ഇപ്പോൾ മെക്കാനിക് എന്ന് വെച്ചാൽ ഈ കിടക്കുന്ന വണ്ടികൾ തന്നെയാണ്. ഇതിൽ ചിലപ്പോൾ പോറൽ കാണും, ചിലപ്പോൾ ചെറിയ ഞണക്ക് കാണും. എല്ലാം ഷോറൂമിൽ കിടക്കുന്ന പുതിയ വണ്ടികൾ, എല്ലാം പഴയ വണ്ടികളും 5-1 വിലയൊക്കെ വരുന്ന വണ്ടികളുമാണ്.
അതിൻ്റേതായ ചെറിയ പോരാക്കുറവുകൾ ബോഡിയിലും ചിലപ്പം ചെറിയ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നുള്ളത് ഞാൻ നല്ലവണ്ണം ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് അബദ്ധം പറ്റിയ എൻ്റെ പെടലിക്കാവും ഇതെല്ലാം. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നതുകൊണ്ട് ഞാൻ അത്രയും കെയർ ചെയ്താണ് എടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത്രയും കെയർ ചെയ്താണ് എടുക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിച്ചില്ലെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യട്ടെ. അങ്ങനെ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇന്ന വണ്ടി എടുത്ത് എനിക്ക് വിഷയമാണെന്ന് അത് കമൻറ്റ് ചെയ്താൽ ഞാൻ പരിഹരിക്കും. കമൻറ്റ് ചെയ്താലല്ല എന്നെ വിളിച്ച് പറഞ്ഞാൽ പരിഹരിക്കും, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. അനാവശ്യ കമൻറ്റുകൾ വേറെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അതിവിടെ പല രീതിയിൽ ചിലരൊക്കെ വിളിച്ച് തന്നെ വിറപ്പിക്കുന്നവരുണ്ട്, വന്ന് വില പറഞ്ഞ് വിറപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും മറുപടി ചെയ്യാൻ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഏതൊക്കെയാലും മാർക്കറ്റ് വില കുറഞ്ഞ വിലയാണെന്നാണ് 90% ആൾക്കാരും പറയുന്നത്. പിന്നെ ഇതൊന്നും ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നുമല്ല, നിങ്ങളെപ്പോലെ ഒരാൾ തന്നെയാണ്. ഞാൻ ഇങ്ങനെ വില പറഞ്ഞ് എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി, ഇതിപ്പം ഒരുത്തടം കുഴിഞ്ഞാലേ ഒരുത്തടം വരും എന്ന് പറഞ്ഞതുപോലെയാണ്. ഞാൻ ആൾക്കാരൊന്നും അത്രയും കുറച്ചെടുത്താലേ ഇത് അത്രയും കുറച്ച് കൊടുക്കാൻ പറ്റൂ. അത്യാവശ്യക്കാരെന്ന് വിൽക്കാൻ നിൽക്കുന്നവരൊന്നും അത്രയും ചവിട്ടി പിടിക്കാനും നമുക്ക് മനസ്സനുഭവിക്കത്തില്ല. ഓരോ സാഹചര്യങ്ങളനുസരിച്ചാണ് വണ്ടി മേടിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു വണ്ടിയുടെയും വില 2 വണ്ടിയാണെങ്കിലും മോഡൽ ഒന്നാണെങ്കിലും വില 2 ആയിരിക്കും. പക്ഷേ ആ വണ്ടിയല്ല ഈ വണ്ടി. ചിലപ്പോൾ ഇവിടെ നിർത്തുകൊണ്ട് പോയിട്ട് അപ്പുറത്ത് ഇതിനെക്കാട്ടി കുറച്ചെടുത്തുകൊണ്ട് വന്നൊരു വണ്ടി കാണും. ആ വണ്ടിയല്ലല്ലോ ഈ വണ്ടി എന്ന് എനിക്ക് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. മനുഷ്യന് നിർത്താം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ബ്രീസ, അത് അത്യാവശ്യം പുതിയ വണ്ടി. അത് സാധാരണ ഷോപ്പുകളിൽ ചോദിക്കുന്നതിനേക്കാളും വളരെ വില കുറച്ചാണെന്ന് ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടിട്ട് കമൻ്റായിട്ട് പറയുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുലുക്കോ നടക്കുന്നതിൻ്റേതായ വീഡിയോ കുലുങ്ങേ അങ്ങനെ ഷേക്കൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ ജിമ്പലിന് എന്തോ ഒരു കുഴപ്പം. അപ്പോൾ അത് ഇവിടെ വന്നപ്പം എന്തോ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ അത് വെച്ച് പറ്റിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ വെച്ചാണ് ഇന്ന് ഞാൻ ഈ ക്യാമറ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും ഫാൾട്ടുകളൊക്കെ കാണുമ്പോൾ ഒരു സുഖത്തിന് ബാധകമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് അതൊക്കെ ശരിയാക്കി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.